നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെക്കുറിച്ചും എന്റെ പ്രൊഫഷനെ കുറിച്ചും എന്തെങ്കിലും സംശയം തനിക്കുണ്ടെങ്കിൽ അത് താൻ അന്വേഷിച്ചോ. എന്നിട്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തനിക്ക് തോന്നിയാൽ മാത്രം യെസ് പറഞ്ഞാൽ മതി. പരിചരിക്കാൻ താനുണ്ടെങ്കിൽ എത്ര വലിയ അസുഖം വന്നാലും കുഴപ്പമില്ല. അല്ല, മുഖത്ത് ബ്ലഡ്. എത്രയാ ചേട്ടാ? 200. വരുണില്ലാതെ കയറി ചെന്നാ അത് പ്രശ്നമാവും. ഞാൻ അതിന്റെ കാര്യം നേരത്തെ പറഞ്ഞത്. പ്രിയങ്കേ, ആഹാ, ഇത്ര പെട്ടെന്ന് കറക്കം തീർന്നോ? അല്ല, വരുൺ എവിടെ? എന്ത് പറ്റി പ്രിയങ്കേ? എന്ത് പറ്റ? രണ്ടുപേരും കൂടി വഴി കടന്ന് തമ്മിൽ തെല്ലിട്ടുണ്ടാവും. എന്താ നീ ഒന്നും പറയാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പരിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പറയാൻ നിനക്ക് 100 നാവാണല്ലോ. നീ അവനെ കളഞ്ഞതാണോ അതോ അവൻ നിന്നെ കളഞ്ഞതാണോ? എന്താ ഇവിടെ? ദേ നോക്ക് മുത്തശ്ശി, ആഘോഷായിട്ട് ഇവിടുന്ന് പറഞ്ഞയച്ച 2 പേരില് ഒരാൾ ദേ തിരിച്ചു വന്ന് നിൽക്കുന്നു. ഞങ്ങള് ചോദിച്ചിട്ട് ഉത്തരവൊന്നും പറഞ്ഞില്ല. ചോദിച്ചു നോക്ക്. എന്താ മോളെ? ഇവർക്കിടയിൽ നടക്കുന്ന വഴക്കും ബഹളവും ഞാൻ കണ്ടെത്തിയ അത് കൽപ്പനയുടെ അസൂയ. താമസിയാതെ വഴക്ക് മുറിയുടെ പുറത്തിറങ്ങും. മുത്തശ്ശിക്ക് കണ്ണ് നിറച്ചു കാണാം. എന്താ മോളെ സംഭവിച്ചേ? അയ്യോ മുത്തശ്ശി, ഇവര് രണ്ടുപേരും കൂടി എന്നെ പറയാൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഞങ്ങള് രണ്ടുപേരും കൂടിയാ വന്നത്. കള്ളം പറയുന്നോടി? ഞാനെന്തിനാ കള്ളം പറയുന്നേ? എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് വരുൺ തിരിച്ചുപോയി. എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് സാധനം? അത് വരുൺ കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഒന്ന് മാറി നീ കേട്ടതി. അമ്മേ, അവള് പറയുന്നതൊക്കെ കള്ളോ? അതിന് നിനക്കെന്താ ജ്യോതിഷം അറിയോ? വരുണിപ്പോ വരുമല്ലോ, അപ്പ ചോദിക്കാം. അമ്മേ, കൽപ്പന, നിനക്ക് ഇതിൽ എന്തിനാ ഇത്ര വാശി? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ പത്മിനി? നായയുടെ വാലി ഇവരുടെ സ്വഭാവം ഒരുപോലെ നേരെ ആവില്ല. നീ വന്നേ. ഇതങ്ങനെ വിടാൻ പാടില്ല ചെറിയമ്മേ. ഇത് ഇന്ന് തന്നെ ഞാൻ തെളിയിച്ചിരിക്കും.
ഞാൻ തന്നെ കണ്ട് സംസാരിക്കാനാ വന്നത്. എന്തിനാ ഇവിടെ എനിക്ക് സ്വസ്ഥത തരില്ലേ? എന്റെ മനസ്സിലെ സ്വസ്ഥതക്കേടിന് പരിഹാരം തേടിയാ ഞാൻ വന്നത്. ഇനിയേ ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ എനിക്ക് ആവില്ല. ഈ വീട്ടിൽ ഞാൻ മാത്രല്ല മറ്റുള്ള ആളുകളും ഉണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അവർ കണ്ടാലുണ്ടല്ലോ. ഞാനേ ബുദ്ധിമുട്ടിക്കില്ല, പൊയ്ക്കോണം. എടോ, എനിക്ക് തന്നെ മറക്കാൻ പറ്റുന്നില്ല. താൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ എന്നെക്കൊണ്ടാവുന്നില്ല. അതിന്റെ കാരണങ്ങള് ഇതൊക്കെ തന്നെ. ഉമ്മറത്ത് വിളക്ക് വയ്ക്കുന്നത്, തുളസിത്തറ വന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാൻ മനസ്സിലിഷ്ടപ്പെടുന്ന ഗ്രാമീണ പെൺകുട്ടിയെ അങ്ങനെ തന്നെ പറിച്ചു വെച്ചിരിക്കുക തന്നിൽ. ഒന്ന് പോവൂ പ്ലീസ്. ഞാൻ തന്നെ തടഞ്ഞു നിർത്തുന്നില്ല, തന്റെ മുമ്പില് ഒരു ധിക്കാരം കാണിക്കുന്നുമില്ല. ഞാൻ മാന്യമായി ഒരു വിവാഹാലോചനയുമായി വന്നാൽ താനൊരു രസ് പറയണം, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, ഞാൻ കമ്മിറ്റഡ് ആണ് എന്നൊന്നും താൻ പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. കുടുംബത്തിന്റെ കെട്ടുപാടുകളല്ലാതെ മറ്റൊന്നും തനിക്ക് തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടോ, എന്നെക്കുറിച്ചും എന്റെ പ്രൊഫഷനെ കുറിച്ചും എന്തെങ്കിലും സംശയം തനിക്കുണ്ടെങ്കിൽ അത് താൻ അന്വേഷിച്ചോ. എന്നിട്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തനിക്ക് തോന്നിയാൽ മാത്രം യെസ് പറഞ്ഞാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.